രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിത നേരിടുന്നത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണം. വിവാഹിതയാണെന്ന കാര്യമുയർത്തി സദാചാര ആക്രമണം നടത്തി സൈബർ ഇടങ്ങളിൽ അഴിഞ്ഞാടുകയാണ് മാങ്കൂട്ടത്തിൽ അനുകൂലികൾ. അതിജീവിതയുടെ ഐഡന്റിറ്റിയിലേക്ക് വിരൽ ചൂണ്ടും വിധം KPCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അവരുടെ ചിത്രങ്ങൾ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ പറക്കുകയാണ്. അതിനിടെ ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പച്ചയ്ക്ക് ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. മികച്ച വിത്തുഗുണമുള്ള യുവനിരയെ ചവിട്ടിയരച്ച് കുലമൊടുക്കാൻ ഗൂഢാലോചന എന്നാണ് മുഖപ്രസംഗം പറയുന്നത്. കോൺഗ്രസിൽ ഉയർന്നു വന്നത് ജ്ഞാനതൃഷ്ണയുള്ള കത്തുന്ന സൂര്യന്മാരെന്നും വിശേഷണം. രാഹുലിനെ ഉമ്മൻചാണ്ടിയോട് തുലനപ്പെടുത്തിയും വെള്ളപൂശൽ. നേതാക്കന്മാർ തള്ളിപ്പറഞ്ഞതോടെ എഡിറ്റോറിയൽ ടീമിനെതിരെ നടപടിയുണ്ടാകുമെന്ന് വീക്ഷണം MD ജെയ്സൺ ജോസഫ് പറയുന്നു. ഇന്ന് ഹോട്ട് ടി ആൻഡ് ടോക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: തെറിക്കൂട്ടങ്ങളുടെ നാഥനാര്? കോൺഗ്രസിൽ നിന്ന് വിജയ് ഇന്ദുചൂടൻ ചേരുന്നു, CPM-ൽ നിന്ന് ജേക്ക് C. തോമസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം വിജയ് ഇന്ദുചൂടനിലേക്ക്. വിജയ്, ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി പിന്തുണയ്ക്കുന്നു എന്നതിന്റെ സൂചനയല്ലേ ഈ വീക്ഷണത്തിൽ വന്ന മുഖപ്രസംഗം? കോൺഗ്രസ് മുഖപത്രമാണല്ലോ. അപ്പോൾ ഈ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ അതിജീവിതയായ പെൺകുട്ടിയെ പോലും ഈ തരത്തിൽ ക്രൂരമായി അവഹേളിക്കുന്നത് സൈബർ ഇടങ്ങളിൽ? അല്ല ലക്ഷ്മി, ആദ്യം തന്നെ ഒരു കാര്യം, ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് നേരിട്ടാലും അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, യാതൊരു സംശയമില്ല. ഈ സൈബർ അറ്റാക്കിംഗ്, സൈബർ ലിഞ്ചിങ് എന്നൊക്കെ പറയുന്നത് അതിനെ ഒരിക്കലും കോൺഗ്രസ് ന്യായീകരിക്കുന്നില്ല, അത് ന്യായം പറയുന്നുമില്ല. അതിജീവിതയുടെ ഐഡന്റിറ്റി അത് പുറത്തു വിടാതിരിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഈ പറയുന്നത് പോലെ ഇതൊരു ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എത്രയോ ആളുകൾ, അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ളവരായാലും അല്ലാതെയുള്ള ആളുകളാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് ഒരു വായ്മൂടി കെട്ടുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അതിന് വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കും ഓരോ ഈച്ച് ആൻഡ് എവറി പേഴ്സണിലേക്ക് ചെന്നുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സംവിധാനം കോൺഗ്രസിന് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്കോ അല്ലെങ്കിൽ ആർക്കും അത് ഏറ്റെടുക്കുവാൻ സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സൈബർ അറ്റാക്കിംഗ് നേരിട്ടിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് അതിന് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകൻ, ഒരു പാർട്ടിയുടെ ഭാരവാഹിയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭാവി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വ്യക്തി അധിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ, ആക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാൻ അവർ സ്വതന്ത്രരാണ്. അതിന് കോൺഗ്രസ് ശക്തമായിട്ടുള്ള നടപടികളും നിലപാടുകളും ഒക്കെ സ്വീകരിക്കുവാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ ഏറ്റെടുത്താൽ അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നിലപാട് വന്നപ്പോൾ കോൺഗ്രസ് അത് ശക്തമായി തന്നെ അതിൻ്റെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയെല്ലാം സ്വീകരിച്ച ജനങ്ങളെ അല്ലെങ്കിൽ അതിജീവിതയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതും ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ഈ നിലപാടുകളെല്ലാം കടുപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ KPC പ്രസിഡന്റ് മുതൽ റാങ്ക് ആൻഡ് ഫയലിലുള്ള ഏറ്റവും താഴോട്ടുള്ള പാർട്ടി പ്രവർത്തകർ വരെ ഒരേ കാര്യമാണ് പറയുന്നത്: അന്വേഷണം നേരിട്ട് അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. അതിനകത്തൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ പാർട്ടി എടുത്ത നിലപാട് വളരെ ക്ലിയറാണ്. അദ്ദേഹത്തിനെ യാതൊരു വിധത്തിലും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടണമെന്നുള്ള നിലപാടിൽ യാതൊരു വിധമായിട്ടുള്ള വെള്ളം ചേർക്കലും അന്നും ഇന്നും കോൺഗ്രസിനില്ല. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും കോൺഗ്രസിന്റെ നിലപാടുകൾ. വിജയ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. വിജയ്, ഇതിനകത്ത് പരാതി വരുന്നതിന് മുമ്പ് നടപടി എടുത്തു എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നടപടി എടുത്തു, വളരെ ഗംഭീരമായ തീരുമാനം. പക്ഷേ ആ തീരുമാനത്തിന്റെ ഗ്രേസ് കളയുന്ന വിധത്തിൽ നേതാക്കന്മാർ തന്നെ ഇറങ്ങി പ്രതികരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചെറിയ ആളൊന്നുമല്ല, UDF കൺവീനർ അടൂർ പ്രകാശാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ച് എത്തുന്നത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ലേ എന്ന് ചോദിച്ചു വരുന്നത്. ശരിയാണ്, ഓരോരുത്തരെയായി പോയി തിരുത്താൻ പറ്റില്ല. പക്ഷേ എന്തിനാണ് ഈ സൈബർ ആക്രമണങ്ങൾക്ക് ഇങ്ങനെ വിസിൽ ബ്ലോവേഴ്സ് ആകുന്നത്? വിസിൽ മുഴക്കുന്നത് എന്തിനാണ് സൈബർ ആക്രമണങ്ങൾക്ക്? ഇന്ന് സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അത് ഇരയുടെ ഐഡന്റിറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അത് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പറയുന്ന ആ സൂചന വെച്ച് ഗാലറിയിൽ പോയി ആ ചിത്രം പിടിച്ച് ഒരു വിവാഹ ചിത്രത്തിന്റെ താഴെ വന്ന് ആളുകൾ കമന്റ് ഇടുന്നു. അതിജീവിതയെ തിരിച്ചറിയുന്നു. അദ്ദേഹത്തോട് ഞാനടക്കമുള്ള ആളുകൾ വ്യക്തിപരമായി ആവശ്യപ്പെട്ടു, ഇതിങ്ങനെ ചെയ്യരുത്, നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്
പറഞ്ഞപ്പോൾ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചു, ആ മര്യാദ കാണിച്ചു. പക്ഷേ സമയം വൈകിപ്പോയിരുന്നു. ആ പോസ്റ്റ്, അതേ പോസ്റ്റ് ഇപ്പോഴും കാണുകയാണ്, ആളുകൾ അയച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കകത്ത് തന്നെ സർക്കുലേറ്റ് ചെയ്യുകയാണ്. എത്ര വലിയ ക്രിമിനൽ പ്രവർത്തനമാണ് വിജയ്! ഇതിനെ ആരാണ് തള്ളിപ്പറയുക? ഇതൊക്കെ നടപടിയെടുക്കേണ്ട കേസല്ലേ? സത്യം പറഞ്ഞാൽ സന്ദീപ് വാര്യരെ പോലെ ഒരു പൊസിഷൻ വഹിക്കുന്ന KPCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണല്ലോ സന്ദീപ് വാര്യർ. അദ്ദേഹത്തെ പോലെ ഒരാൾ ചെയ്യേണ്ട കാര്യമാണോ ഇന്ന് ചെയ്തത്? ലക്ഷ്മി ഇത് പറയുമ്പോൾ ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ആ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അവിടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുവാൻ സൂചന കൊടുക്കുന്ന വിധത്തിൽ ഒരു പോസ്റ്റ് അദ്ദേഹം കൊടുക്കുന്നു. അതിന് പിന്നാലെ ഇത് ഡയറക്റ്റ് അല്ല ഈ തെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, അദ്ദേഹം വ്യക്തമായി തന്നെ, അല്ലെങ്കിൽ ആ പോസ്റ്റ്, ഈ പെൺകുട്ടിയുടെ ഫോട്ടോ വരുന്ന, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന യാതൊരു വിധമായിട്ടുള്ള പോസ്റ്റുകളും ഈ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല. സൂചനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ തപ്പി ഇന്ന ആളാണ് ഇപ്പോൾ മറുപടി പറഞ്ഞ് ഞങ്ങൾ ആരും വലിയ ന്യൂസ് ആക്കിയില്ല. ഇവിടെ ഇപ്പോഴും ഈ വാർത്താ ബുള്ളറ്റിനിൽ അത് വാർത്തയായി പോയിട്ടില്ല. ഞാൻ ഈ ചർച്ചയിൽ പറയുന്നതാണ്. അത് അതിനകത്ത് മറുപടി ആർക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് അറിയോ? രാഹുൽ ഈശ്വറിന്. ഏത് തരത്തിലുള്ള നാട്ടിൽ ഏത് സ്ത്രീപീഡന കേസ് ഉണ്ടായാലും അവിടെ വേട്ടക്കാരന് വേണ്ടി വന്ന് നിലപാടെടുക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തിന് ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റാണ്. അതിലാണ് ഈ വ്യക്തമായ സൂചന. ഈ ഫോട്ടോയിലേക്കുള്ള ലിങ്കാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണത്. അദ്ദേഹം ബോധപൂർവമല്ല എന്ന് പറഞ്ഞാൽ പോലും അത് വ്യക്തമാണ്. അതിന് പിന്നാലെയാണ് ഈ ഫോട്ടോ ഈ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ശരി, അങ്ങനെയാണ് തുടങ്ങിയതെങ്കിൽ വെച്ച് പോലും ഞങ്ങൾ ഓരോരുത്തരോടും, അല്ലെങ്കിൽ ഞാൻ അടക്കമുള്ള ആളുകൾ, ചില ആളുകളോട് അദ്ദേഹത്തിന്റെ ഈ പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെയുള്ള തരത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്നുള്ള രീതിയിലേക്ക് സമാനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും ആ പെൺകുട്ടിയാണോ അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് പല ആളുകളും അത് പറയുന്നത്. ഇപ്പോഴും ആർക്കും അറിയത്തില്ല ഇത് ഈ പെൺകുട്ടിയാണോ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷന്റെ പേരിൽ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആളുകൾ ആ ഫോട്ടോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വെറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. സന്ദീപ് വാര്യർ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് യാതൊരു വിധമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അന്നും ഇന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള സത്യം. ആളുകൾ അതിനെ ഇന്ന ആളാണോ എന്നുള്ള ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിനൊന്നും കോൺഗ്രസിന്, ഈ പറയുന്ന ഞങ്ങളുടെ നേതാക്കൾക്ക്, KPCC ജനറൽ സെക്രട്ടറിമാർക്ക് ഒന്നും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവാൻ പറ്റില്ല. ആ സൂചനയിലേക്ക് കടക്കുന്ന ഞാൻ പോസ്റ്റ് കണ്ടൊരു വ്യക്തിയാണ്. ആ സൂചനയിലേക്ക് കടക്കുന്ന യാതൊന്നും സന്ദീപ് വാര്യർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പോസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന യാതൊന്നും തന്നെ ആ പോസ്റ്റിലുള്ളതായി ഞാൻ കണ്ടിട്ടില്ല. ഇനി മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ ആ പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി കോൺഗ്രസിനോ മറ്റ് കോൺഗ്രസ് പ്രസ്ഥാനത്തിനോ എന്റെ പാർട്ടിക്കാർക്കോ ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് കൂടി പറയുന്നു. പക്ഷേ വിജയ്, ഈ ഗ്രൂപ്പുകളിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് റിമൂവ് ചെയ്യാൻ ഗ്രൂപ്പ് അഡ്മിന്മാരെങ്കിലും ജനാധിപത്യ ബോധമുള്ള, കോൺഗ്രസ് ഗ്രൂപ്പുകളിലാണോ ലക്ഷ്മി? കോൺഗ്രസിന്റെ പാർട്ടി ഗ്രൂപ്പുകളിലാണോ അത് സർക്കുലേറ്റ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് സാധാരണക്കാരുടെ ഒരുപാട് ഗ്രൂപ്പുകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവാം. ഒരുപാട്. ഓക്കേ, പറഞ്ഞോളൂ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല ഇതാണ് ആ പെൺകുട്ടി എന്ന് പറയുന്ന ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ലക്ഷ്മി വിശ്വസിക്കുന്നുണ്ടോ അതാണ് പെൺകുട്ടിയെന്ന്? ഇല്ല, അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താനോ ഇരയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനോ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഇതിനകത്ത് ജെക്സി തോമസ്, നമ്മൾ ഒരു ആളുകൾക്ക് വേണ്ടത്, ഞാൻ തിരിച്ചെത്താം. ആ പൊതുബോധ്യമാണ് ആളുകൾക്ക് വേണ്ടത്. ഏതെങ്കിലും ഒരു ഫോട്ടോ കണ്ടുകൊണ്ട് ആളുകൾക്ക് അതാണ് വേണ്ടത്. പക്ഷെ അതെന്താണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കും താങ്കൾക്കും അറിയാം, സന്ദീപ് വാര്യർക്കും മനസ്സിലാകും എന്നാണ് തോന്നുന്നത്. ചെറിയ കുട്ടിയൊന്നുമല്ല ജെക്സി തോമസ്. ഇതിനകത്ത് നമ്മൾ ഇത്തരം പീഡനങ്ങൾ വരുമ്പോഴൊക്കെ, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക അധിക്ഷേപങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിലൊക്കെ പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞ് ചുറ്റും നിന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും, ശക്തി പകരാൻ ഒരുപാട് പേര് ആ ഘട്ടത്തിലുണ്ടാകും. പക്ഷേ ഒരു പരാതിയിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ പിന്നെ അവർ നേരിടേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, അത് ചെറുക്കുവാൻ, അവരെ പ്രതിരോധിക്കുവാൻ ഒരു സംവിധാനം ഇല്ലാതെ പോകുന്നുണ്ടോ? ഞാൻ പറയുന്നത്
ഈ ചിലപ്പോൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ പൊതുനിരത്തിൽ അവർ ആക്രമിക്കപ്പെടുന്നുണ്ടാകില്ല. പക്ഷേ സൈബർ ഇടങ്ങളിൽ കൂടുതൽ നമ്മൾ ഈ കാര്യത്തിൽ ഒരു കരുതൽ കാണിക്കണം എന്ന് എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടല്ല മറ്റു പല കേസുകൾ കാണുമ്പോഴും ഒക്കെ തോന്നിയിട്ടുണ്ടത്. ഇല്ല, എനിക്ക് അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഒടുവിലത്തെ വരിയോട് തന്നെ വിയോജിപ്പുണ്ട്. പൊതുവിടങ്ങളിൽ തെരുവുകളിൽ വെച്ച് അവർ പിച്ചച്ചീന്തപ്പെടുന്നില്ല, അവർ ആക്രമിക്കപ്പെടുന്നില്ല. പക്ഷേ സൈബർ ഇടങ്ങളിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപത്തിന് ഇരയാകുന്നത്. പക്ഷേ അത് അർത്ഥസമ്പൂർണ്ണമാം വിധം തെറ്റാണ്. കാരണം കേരളത്തിൻ്റെ പൊതുവിടങ്ങളിൽ തെരുവോരങ്ങളിൽ വെച്ച് അതിക്രൂരമാം വിധം അധിക്ഷേപിക്കപ്പെടുന്നതിനും ആൾക്കൂട്ടാക്രമണത്തിന് വിധേയമാക്കപ്പെടുന്നതിനും തത്തുല്യമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഭീതിതമാണ് ഈ സൈബർ സ്പേസുകളിൽ നമുക്ക് നേരിടേണ്ട വരുന്ന ലക്ഷണമൊത്ത മോബ് ലിഞ്ചിങ് അഥവാ ആൾക്കൂട്ടാക്രമണം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങ് ശ്രദ്ധിച്ചില്ലേ, യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ബഹുമാനിയനായി പ്രതിനിധിയായി വന്നിരിക്കുന്നയാൾ, ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ കൂടെ പ്രവർത്തകനോ അല്ലെങ്കിൽ നേതൃപദവി അലങ്കരിക്കുന്ന ആളായിരിക്കും. അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഒരു അർദ്ധസത്യം എന്നതുപോലെ അങ്ങയോട് ചോദിച്ചത് എന്താണ്? അങ്ങ് കരുതുന്നുണ്ടോ, ആങ്കർ എന്ന നിലയിൽ അങ്ങ് കരുതുന്നുണ്ടോ ഈ പറയുന്ന കോൺഗ്രസിന്റെ അഭിനവ നേതാവ്, ഇപ്പോഴും സംഘപരിവാർ പാളയത്തിൽ നിന്ന് പൂർണ്ണമായും കാൽ പറിച്ചിട്ടില്ല പോന്നിട്ടില്ലാത്ത ഈ ബഹുമാനിയനായ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന ചിത്രത്തിന്റെ ഉടമ ഈ സർവൈവർ തന്നെയാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ഉന്നയിക്കണമെങ്കിൽ എത്ര അധമമായ മനസ്സായിരിക്കണം ഈ വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാവിൻ്റെത്. അദ്ദേഹം ലക്ഷണമൊത്ത യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ വേണ്ടാത്ത പ്രസിഡന്റിന്റെ ശിഷ്യനാണ്, തർക്കമേതുമില്ല. അയാൾ ചൂണ്ടിക്കാട്ടിയ വഴിത്താരകളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളായിരിക്കാം അദ്ദേഹം. ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ചിത്രം അത് സർവൈവറിന്റെ ആകുകയോ ആകാതിരിക്കുകയോ ചെയ്യട്ടെ, അത്തരമൊരു ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? ആ ചോദ്യം പോലും യഥാർത്ഥത്തിൽ സർവൈവർക്ക് നേർക്കുള്ള ബോംബ് ലിഞ്ചിങ്ങിന്റെ മാനസികാവസ്ഥയുടെ ഉൽപ്പന്നമല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്നിട്ടിപ്പോൾ പറയുന്നു ഈ വന്നിട്ടുള്ള കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർ മുതൽ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന മാന്യൻ വരെ പറയുന്നത് എന്താണ്? വീക്ഷണത്തിന്റെ എഡിറ്റോറിയൽ ഞങ്ങൾ വായിച്ചിട്ടില്ല. ആരാണ് ഈ കാര്യത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു എന്ന് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ധാരണയുള്ള ആദരണീയനായ കോൺഗ്രസിന്റെ CWC മെമ്പർ, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അല്പം മുമ്പ് കാണുകയാണ്. കോൺഗ്രസിന്റെ മുഖപത്രം ഇന്ന് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പറയുന്നത് ആരാണ്? നമ്മുടെ എല്ലാവരുടെയും നാട്ടിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റോ ബ്ലോക്ക് പ്രസിഡന്റോ ഒന്നും അല്ല പറയുന്നത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതധാര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന CWC അംഗമാണ് പറയുന്നത്. ഞാനിന്ന് വീക്ഷണം വായിച്ചിട്ടില്ല. വീക്ഷണത്തിന് പകരം മലയാള മനോരമ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണോ അല്ലയോ എന്നുള്ളത് അവരുടെ അവസരത്തിൽ അവർ വിശദീകരിക്കട്ടെ. എന്നാലും ഇപ്പോഴും കോൺഗ്രസിന്റെ ലക്ഷണമൊത്ത മുഖപത്രമായി അവകാശപ്പെടുന്നത് ഈ പത്രം തന്നെയല്ലേ? ആ പത്രം എவ்விധത്തിലുള്ള വെളുപ്പിക്കലാണ് നടത്തപ്പെട്ടത്? ആ പത്രത്തിന്റെ എഡിറ്റോറിയലിന്റെ ആമുഖവാചകം എനിക്ക് തോന്നുന്നു ക്രിസ്തുമത വിശ്വാസികൾ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായി കരുതുന്ന ബൈബിളിൽ ക്രിസ്തു ശിഷ്യനായ യോഹന്നാന്റെ സുവിശേഷത്തിലെ പറയുന്ന ഒരു സുപ്രസിദ്ധ വാചകമാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. എങ്ങനെയാണ്? വേശ്യാവൃത്തി ചെയ്യുന്നതിനിടയിൽ ഒരു സ്ത്രീയെ ഒരു ആൾക്കൂട്ട സംഘം കൈയോടുകൂടെ പിടികൂടി അവരെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തയ്യാറാകുന്നതിനിടയിലാണ് ക്രിസ്തു അവർക്കിടയിലൂടെ നടന്നു വരുന്നത്. ആ കേസിലെ സ്ത്രീയെ ക്രിസ്തു ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടാണ് അവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന അങ്ങിപ്പോൾ സൂചിപ്പിച്ച സാമൂഹ്യ മാധ്യമങ്ങളെ അതേ ആൾക്കൂട്ട അടിമ സംഘം ഏതോ നക്കാപ്പിച്ച കൈപ്പറ്റിയിട്ട് കേരളത്തിൽ അന്തസ്സും ആഭിജാത്യവുമുള്ള കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കാനും ഭർസിക്കാനും നടക്കുന്ന ആൾക്കൂട്ട സംഘം, ആ ആൾക്കൂട്ട സംഘത്തിന് ഒരു പത്രമുഖമായി ഇന്ന് വീക്ഷണം മാറിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രതികരണത്തെ സംബന്ധിച്ച് എടുത്തു വെച്ചിട്ട് കേരളം കണ്ടിട്ടുള്ള കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ലാത്ത ഒരു ആഗോള അധമനെ ന്യായീകരിക്കുവാൻ ബൈബിൾ വാചകത്തെ കടമെടുത്തിരിക്കുന്നു, ക്രിസ്തു വാചകത്തെ കടമെടുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ക്രിസ്തുമത വിശ്വാസികളെന്ന് മാത്രമല്ല അന്തസ്സുള്ള ലോകത്തെ മുഴുവൻ മനുഷ്യന്മാർക്കും അപമാനകരമായ ഒരു പ്രവൃത്തിയല്ലേ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖപത്രം ചെയ്തിട്ടുള്ളത്? എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ ചെറിയ നേതാവ് മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ വലിയ നേതാവ് വരെ പറയുന്നു, അയ്യോ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല കേട്ടോ, ഞങ്ങൾ ഈ വീക്ഷണം കണ്ടിട്ടില്ല, ഞങ്ങൾ ഈ വീക്ഷണം വായിച്ചിട്ടില്ല, ഞങ്ങളുടെ വീക്ഷണം ഇങ്ങനെയല്ല ഇത്യാദിയുള്ള പ്രതികരണമാണ് നമ്മളുടെ മുമ്പാകെ പണം പടർത്തുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ കണ്ടിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ഇമാതിരി ഉരുണ്ട് കളിക്കൽ പോലും ആർക്കുള്ള സത്യവാങ്മൂലമാണ്? കേരളത്തിലെ കോൺഗ്രസിനെ ഇതിനോടകം ഹൈജാക്ക് ചെയ്തിട്ടുള്ള ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ട് ഗ്യാങ്, ആ ഗ്യാങ്ങിനുള്ള സത്യവാങ്മൂലമാണ്, അവർക്കുള്ള നിരുപാധിക പിന്തുണയാണ്, കണ്ടീഷണൽലെസ് ആയിട്ടുള്ള ആഭിമുഖ്യ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ പ്രതികരണങ്ങൾ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? നട്ടാൽ കുരുക്കാത്ത പച്ച നുണ, പച്ചക്കള്ളം,
പുലബന്ധം ഏതുമില്ലാത്ത സമീകരണങ്ങൾ ഇതൊക്കെ പറയുകയാണ് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമാനമായി ഇത്തരത്തിൽ ആരോപണം നേരിട്ടു എന്ന ഒരു ബാലൻസിങ് നടത്തുകയാണ്. ഈ ബാലൻസിങ്ങിന് സാധ്യതയുള്ള കേസാണോ ഇത്? ഇതിന് ചരിത്രത്തിൽ സമീകരണങ്ങളുണ്ടോ? ചരിത്രത്തിൽ ഉദാഹരണങ്ങളുണ്ടോ? കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങൾ ഏതും നിങ്ങൾ പരിശോധിക്കുക. സാംസ്കാരിക സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ഇന്നേ വരെയുള്ള ചരിത്രം എവിടെയും നിങ്ങൾ നോക്കുക. ക്യാരിയിങ് ആകപ്പെടേണ്ട വന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി നിന്നെ കൊന്നുകളയും, നിന്നെ കൊല്ലാൻ നിമിഷങ്ങൾ മതി എന്ന് പറയുകയും അതേ സ്ത്രീയിലൂടെ ഭീഷണിപ്പെടുത്തി അവരുടെ നഗ്നചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പകർത്തുകയും ആ പകർത്തിയ ദൃശ്യങ്ങൾ വെച്ച് അവരെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയും അതിനുശേഷം ക്യാരിയിങ് ആയിട്ടുള്ള ഈ സ്ത്രീക്ക് നേരെ ഫോഴ്സ്ഫുൾ അബോർഷന്റെ അങ്ങേയറ്റം നിരുത്തരവാദപരമായ അൺസയന്റിഫിക് ആയിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പൊതിഞ്ഞു പിടിച്ച് ന്യായീകരിക്കാൻ പുതിയ കണ്ടെത്തലുകൾ ഈ സംഘം നടത്തുകയാണ്. ഈ സംഘത്തെ കേരളത്തിന്റെ മണ്ഡലത്തിൽ ഒറ്റ വാചകോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിന്റെ ഇന്ത്യയുടെ അനുഭവങ്ങളിൽ ഈ സംഘം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ് എന്ന നിലയിലല്ല. ആങ്കറുടെ ഓർമ്മകൾ നിർബന്ധമായും ഉണ്ടാകും. ഡൽഹിയിൽ നിർഭയ, അത് പ്രതീകാത്മക പേരാണ്, നമുക്കറിയാം. നിർഭയ എന്ന പെൺകുട്ടി രാത്രികളുടെ യാമങ്ങളിൽ വെച്ച് ബലാത്കാരത്തിന് ഇരയാക്കപ്പെട്ടപ്പോൾ ഈ പറയുന്ന അധമന്മാരായിട്ടുള്ള ആൾക്കൂട്ട സംഘത്താൽ ബലാത്കാരത്തിന് ഇരയാക്കപ്പെട്ടപ്പോൾ ഒരു ചെറു സംഘം ചോദിച്ചത്, നിർഭയ എന്തിനാണ് ഈ രാത്രിയിൽ ബസ്സിൽ പോയത്? ഈ പെൺകുട്ടി രാത്രിയിൽ ബസ്സിൽ കയറി ഒറ്റയ്ക്ക് ആരോടൊപ്പം എങ്ങോട്ടേക്ക് പോകുകയായിരുന്നു? ഇതേ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. രണ്ടാമത്തെ ഘട്ടം എന്താണ്? കേരളത്തിന്റെ അനുഭവങ്ങളുണ്ട്. ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും അടങ്ങാത്ത പ്രതിഷേധത്തിന്റെയും നീതിക്ക് വേണ്ടിയുള്ള ശബ്ദത്തിന്റെയും പ്രതീകമാണ് സൂര്യനെല്ലി. സൂര്യനെല്ലി കേസ് ഉണ്ടായ സമയത്ത് ഇതേ സംഘം അന്നും കേരളത്തിൽ ഉണ്ടായിരുന്നു. അന്ന് അവർ ചോദിച്ചത് എന്താണ്? സൂര്യനെല്ലി പെൺകുട്ടിയെ പിച്ചി ചീന്താൻ നേതൃത്വം നൽകിയ നരാധവന്മാർ ആര്? അവരുടെ രാഷ്ട്രീയം എന്ത്? അതിലുപരിയായിട്ട് ആ സംഘം തിരികെ ചോദിച്ചത് എന്താണ്? ഈ പെൺകുട്ടി എന്തിനാണ് അർദ്ധരാത്രി KSRTC കോട്ടയത്തെ KSRTC സ്റ്റാൻഡിൽ നിന്നും കുമളിക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറിയിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രാത്രിയിൽ KSRTC ബസ്സിൽ കയറി ആരെ കാണാൻ എങ്ങോട്ട് പോകുകയായിരുന്നു? ഈ സംഘം ഇതേപോലെയുള്ള എല്ലാ ചരിത്ര ദശാസന്ധികളും ഉണ്ടായിട്ടുണ്ട്. രജനീയ സാനന്ദ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തപ്പോൾ ഇപ്പോഴത്തെ ഈ ചർച്ചയിലിരിക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ മുൻഗാമി അന്നത്തെ മന്ത്രി പദവി അലങ്കരിച്ചിരുന്ന മാന്യം ചോദിച്ചത്, രജനി ധരിച്ചിരുന്ന ചെരുപ്പിന്റെ വില 800 രൂപയാണ്. 800 രൂപയുടെ ചെരുപ്പ് ധരിക്കാൻ ശേഷിയുള്ള പെൺകുട്ടി പൈസ ഇല്ല എന്നതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുക അസാധാരണമാണ്, അസാധ്യമാണ്. ഇതിന്റെ കാരണം മറ്റെന്തൊക്കെയോ ആണ്. ശരി വിജയ്, ഇതിനകത്ത് നേതാക്കന്മാര് ഞാൻ തിരിച്ചെത്താം വിജയ്, ഇതിനകത്ത് നേതാക്കന്മാർ തള്ളിപ്പറഞ്ഞു എന്ന് പറയുമ്പോഴും വി ഡി സതീശനടക്കം ഇന്ന് വളരെ ദേഷ്യപ്പെട്ടാണ് ആ ചോദ്യത്തോട്, വീക്ഷണത്തിലെ മുഖപ്രസംഗത്തോട് പ്രതികരിച്ചത്. അപ്പോഴും കോൺഗ്രസിന്റെ മുഖപത്രമാണ് ഇങ്ങനെ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ആളുകൾ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ നടത്തുന്നു, സൈബർ ഇടങ്ങളിൽ ഇങ്ങനെ അഭിപ്രായം നടത്തുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ, അതൊക്കെ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ഐഡികളാണോ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു നിങ്ങളെല്ലാവരും. പക്ഷേ മുഖപത്രം, മുഖപ്രസംഗം എഴുതിയാൽ പിന്നെ അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഒരു പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ലേ അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്? ലക്ഷ്മി, അതിനകത്ത് ജാഗ്രത വേണം, അല്ലെങ്കിൽ അത് തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരു ജാഗ്രത ഉണ്ടായിരിക്കണമായിരുന്നു എന്ന് ഞങ്ങളുടെ MDയും KPCCയുടെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ജെയ്സൺ ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കടക്കേണ്ട കാര്യമില്ല, ഞങ്ങളത് വ്യക്തമായി തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതിന് ജാഗ്രത വേണമായിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ KPCC വൈസ് പ്രസിഡന്റ് തന്നെ അതിൻ്റെ MDയുമായിട്ടുള്ള ജെയ്സൺ ജോസഫ് പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും ഞാൻ ലക്ഷ്മിയോട് മറ്റൊരു കാര്യം പറയാം. EP ജയരാജന്റെ ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ബൈക്ക് മുകേഷിൻ്റേത് നാളുകൾക്ക് മുന്നേ നടന്ന സംഭവം, സിനിമയും രാഷ്ട്രീയവും വേറെയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് സിനിമയുടേതായുള്ള ചില പ്രത്യേകതകളുണ്ട്. സിനിമയും സിനിമാ ലോകത്തുള്ള കാര്യവും ചർച്ച ചെയ്യുമ്പോൾ അത് പറയാമെന്ന് EP. ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത്, ജയ്ക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ, EP ജയരാജന്റെ ഈ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഒന്ന് ആലോചിക്കണം. അത് ഏത് വിധേനയും ഇവിടെ സ്ത്രീകൾ വർക്ക് ചെയ്താലും അവർക്ക് മാനസികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള സ്വാതന്ത്ര്യവും നടപടികളും നിലപാടുകളും വേണ്ടേ എന്നുള്ളതാണ്. അവർക്ക് അത് അവിടെ വർക്ക് ചെയ്യുവാനുള്ള, അതോ അവരവിടെ പീഡിപ്പിക്കപ്പെട്ടോട്ടെ എന്നാണോ ഈ EP ജയരാജൻ പറഞ്ഞത്? ജയ്ക്ക് അതിനകത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി അതിനകത്ത് നടപടികൾ എടുത്തൊക്കെ പോട്ടെ, നിലപാടുകൾ എടുത്തു പോട്ടെ, ജയ്ക്ക് ഒരു യുവജന പ്രതിനിധി എന്ന രീതിയിൽ ഈ ഒരു ചെറുവിരൽ അനക്കുവാൻ ജയ്ക്കിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? പോട്ടെ, ഒരു പത്രത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാൻ ജയ്ക്കിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇനി അതൊന്നുമല്ലാതെ മുകേഷിനെ പറ്റി എന്താണ് ജയ്ക്കിന് അഭിപ്രായം? അല്ലെങ്കിൽ P ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസറായി ഇരുന്നപ്പോൾ ലൈംഗിക ആരോപണത്തിൽ വിധേയനായിട്ടുള്ള മനുഷ്യരെ എന്തെങ്കിലും ഒരു രീതിയിൽ
ഏതെങ്കിലും ഒരു നടപടികൾ, ഒരു നിലപാടുകൾ സ്വീകരിക്കുവാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? AISF നേതാവായിട്ടുള്ള പെൺകുട്ടിക്കെതിരെ ലൈംഗിക പരമായിട്ടുള്ള അതിക്രമം നടന്നപ്പോൾ ഒരു യുവജന പ്രതിനിധിയായിരുന്നല്ലോ താങ്കൾ. പോട്ടെ, ഒരു പത്രത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ചെറുവിരൽ അനക്കുവാൻ, അല്ലെങ്കിൽ പോട്ടെ ഏതെങ്കിലും ഒരു തരത്തിൽ ചെയ്തത് തെറ്റായി പോയി എന്ന് ജയിക്ക് അന്ന് എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? അപ്പോ കോൺഗ്രസിനെ നീതിയും ന്യായവും ധാർമ്മികതയും ഒന്നും പഠിപ്പിക്കുവാൻ ഇവിടെ LDF വരണ്ട, CPM വരണ്ട. എത്രയോ കാര്യങ്ങൾ P. ശശി അടക്കമുള്ള, മുകേഷ് അടക്കമുള്ള, ഇനി ഗണേഷ് കുമാർ ആയിട്ടുള്ള നിങ്ങളുടെ മന്ത്രി അടക്കമുള്ള എത്രയോ ആളുകൾക്കെതിരെ ലൈംഗിക ആരോപണം നേരിട്ടപ്പോഴും ചേർത്ത് പിടിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് CPM എന്നുള്ളത്. അങ്ങനെ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. CPM ധാർമ്മികത പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ പരമോന്നത നേതാവ്, നിങ്ങളുടെ അല്ല, നമ്മുടെ രാഷ്ട്രത്തിന്റെ തന്നെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്താണെന്ന് സെറ്റ് ചെയ്ത മനുഷ്യൻ അദ്ദേഹമാണ് എന്നാണ് തോന്നുന്നത് ഇന്ത്യയിലെ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ലല്ലോ. മഹാത്മാഗാന്ധി സെറ്റ് ചെയ്തിരിക്കുന്ന പൊളിറ്റിക്കൽ മൊറാലിറ്റി അനുസരിച്ച് എന്തെങ്കിലും തരത്തിൽ അതിന് നിരക്കുന്ന കാര്യങ്ങളാണോ ഈ വ്യക്തി, ഈ കോൺഗ്രസിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത്? എന്നിട്ടും അദ്ദേഹം ഞെളിഞ്ഞു നിന്ന് വന്ന് പറയുകയാണ്, ഞാൻ ഈ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ, ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും തരം നിയമം ലംഘിച്ചിട്ടില്ല എന്നൊക്കെ വന്ന് പറയുകയാണ്. ഓക്കെ, അദ്ദേഹത്തിന് പറയേണ്ടത്, അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യം. പക്ഷേ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കെതിരെ എന്തുകൊണ്ടാണ് വാക്കാൽ പോലും അവരെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റാത്തത്? അതിൽ മുതിർന്ന നേതാക്കന്മാർ പെട്ടുപോകുന്നത് എന്തുകൊണ്ടാണ് വീക്ഷണത്തിന് ഇങ്ങനെ ഒരു ശ്രദ്ധക്കുറവ് പറ്റുന്നത്? ഒരിക്കലും ശ്രദ്ധ മാറിക്കൂടാത്ത ഒരു കാര്യമാണല്ലോ, പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ. എത്രയോ നാളുകൾക്ക് ശേഷം ഒരാൾ ഷെല്ലിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്ന് പറയുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ പോലും ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ കുട്ടി പരാതി കൊടുക്കാത്തത്? ഒരു പരാതി ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ ഗതിയെന്ന് എത്ര കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് വന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പെൺകുട്ടി ധൈര്യം സംഭരിച്ചാണ് വന്നത്. അവർ ആ ഷെല്ല് പൊട്ടിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനവർക്ക് തെരഞ്ഞെടുപ്പൊന്നും ഒരു വിഷയമായിട്ടില്ല. ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കാം. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല, അവർ ആ മനോധൈര്യം സംഭരിച്ച് വന്നതാണ്, അവർ ആ ട്രോമയിൽ നിന്ന് പുറത്ത് കടന്നാണ് വന്നത്. അപ്പോൾ അവരെ അങ്ങനെ അധിക്ഷേപിച്ച് വീട്ടിലിരുത്താനാണോ വീണ്ടും നോക്കുന്നത്? ലക്ഷ്മി, അതിനൊരു ഉദാഹരണമുണ്ട്. നിങ്ങളുടെ ഒരു റിപ്പോർട്ടർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഈ എഡിറ്റോറിയൽ ബാക്ക്ഗ്രൗണ്ട് ടീം മുഴുവൻ, ഈ എഡിറ്റോറിയൽ ടീം മുഴുവൻ അതിന് തെറ്റുകാരാവുമോ? റിപ്പോർട്ടർ തെറ്റ് ചെയ്ത ആ റിപ്പോർട്ട് ചാനലിൽ പോവില്ല. ആ റിപ്പോർട്ട് ചാനലിൽ പോവില്ല. അല്ലെങ്കിൽ ആ ചാനലിൽ തെറ്റ് ചെയ്താൽ, ഒരു റിപ്പോർട്ടർ തെറ്റ് ചെയ്താൽ നിങ്ങളുടെ എഡിറ്റോറിയൽ ടീം മുഴുവൻ അതിന് ഉത്തരവാദികളാണോ? ലക്ഷ്മി പറയൂ. റിപ്പോർട്ടർക്കെതിരെ നടപടിയെടുക്കും. വെരി സ്ട്രേറ്റ്. നിങ്ങളുടെ ഒരു റിപ്പോർട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ നിങ്ങളുടെ എഡിറ്റോറിയൽ ടീം മുഴുവൻ അത് തെറ്റുകാരാണോ? റിപ്പോർട്ടർക്കെതിരെ നടപടിയെടുക്കും. ഒരിക്കലും എഡിറ്റോറിയൽ ടീം അതിന് ഉത്തരവാദിയല്ല. ആ നടപടി കോൺഗ്രസ് അപ്പൊ വിജയ് ഉത്തരവാദിയല്ലല്ലോ. ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ആരോപണ വിധേയനായപ്പോൾ അതിനെതിരെ നടപടിയെടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ആ നടപടിയെ ഒരു ഘട്ടത്തിലും തള്ളിപ്പറയുന്നില്ല കേട്ടോ. ആ നടപടി മാതൃകാപരമായിരുന്നു. പക്ഷെ അതിന്റെ ഗ്രേസ് കളഞ്ഞത് ആരാണ്? മാധ്യമങ്ങളാണോ? ഇടതുപക്ഷമാണോ? അല്ലല്ലോ. ആ നടപടിയുടെ ഗ്രേസ് ശരിക്കും ആരാണ് കളഞ്ഞത് ഇവിടെ? ആരാണ് VD സതീഷിനെതിരെ സൈബർ ആക്രമണം നടത്തിയത്? മാധ്യമങ്ങളാണോ? ഇടതുപക്ഷമാണോ? അല്ലല്ലോ. തുടക്കത്തിൽ ഇടതുപക്ഷത്തിൽ ഒരു നേതാവിന്റെ പ്രതികരണം പോലും വരുന്നുണ്ടായിരുന്നില്ല ഈ വിഷയത്തിൽ. ഇടതുപക്ഷത്തെ വിമർശിച്ചവരാണ് നമ്മൾ. അദ്ദേഹം ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ലക്ഷ്മി, VD സതീശൻ എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം വളരെ അന്തസ്സോടെ ആർജവത്തോടുകൂടി നിലപാടുകൾ കടുപ്പിച്ചെടുത്തു, നിലപാടുകളും നടപടികളും എടുത്തു. എന്തുകൊണ്ട് ലക്ഷ്മി പറയുന്നില്ല? കോൺഗ്രസിന്റെ പ്രതിനിധിയല്ലേ അദ്ദേഹം? ഉറപ്പായും VD സതീശൻ എടുത്ത നിലപാടുകളെ പബ്ലിക്കായി എന്റെ സോഷ്യൽ മീഡിയ സ്പേസിലൊക്കെ ഞാൻ കാര്യമായി അദ്ദേഹം എടുത്ത നിലപാടുകളെ അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷേ ആ അഭിനന്ദന പോസ്റ്റിന്റെ താഴെ വന്ന തെറിവിളി കേട്ടാൽ സഹിക്കാൻ പറ്റില്ല വിജയ്, സഹിക്കാൻ പറ്റില്ല. കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രതിനിധികളാണ് ലക്ഷ്മി എങ്ങനെയാ അത് സ്ഥിരീകരിക്കുന്നത്?
ലക്ഷ്മി എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത്? കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്, കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളാണ് ഇദ്ദേഹമെല്ലാം. കോൺഗ്രസിന്റെ പ്രാദേശികമായി കോൺഗ്രസ് പ്രവർത്തനം ചെയ്യുന്ന വനിതകളടക്കം വന്ന് അതിനെതിരെ അസഭ്യം പറയുകയാണ്. വി ഡി സതീശന്റെ ലിങ്കിന്റെ മാധ്യമങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു ടാർഗറ്റ് ഉണ്ട്. ടാർഗറ്റ് ഈസ് കോൺഗ്രസ്. അതാണ് വളരെ സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒരു വ്യക്തി അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും, അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വവും കോൺഗ്രസിന് ഏറ്റെടുക്കുവാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുത്തേ പറ്റൂ. മുഖപ്രസംഗത്തിന്, വീക്ഷണത്തിന്റെ വളരെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയുവാൻ യാതൊരു മടിയുമില്ലാത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ എം ഡിയും ഞങ്ങളുടെ KPCC വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ജെയ്സൺ ജോസഫ് വളരെ ശക്തമായി തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് അതിന്റെ റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റി, അതിന്റെ ജെനുവിനിറ്റി പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ ജാഗ്രത വേണമായിരുന്നു. അങ്ങനെ ഒരു ന്യൂസ് ഇറക്കുമ്പോൾ അതിന് എതിരെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യൂസ് കൊടുത്ത് മുഖപ്രസംഗം എഴുതിയ ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് ജെയ്സൺ ജോസഫ് പറഞ്ഞിട്ടുണ്ടല്ലോ. ജെയ്സൺ ജോസഫ് വളരെ വ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ ഇടപെട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദേശാഭിമാനിയുടെ ഒരു പത്രം മുഖപ്രസംഗം എഴുതി കഴിഞ്ഞതിന് ശേഷം അത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ശരിയാവുന്ന കേസാണോ ജയിക്കുന്നത്? എന്താണ് ഇതിനെ കുറിച്ച് തോന്നുന്നത്? അല്ല, എനിക്ക് ഇത്തരം ന്യായീകരണങ്ങളോടൊന്നും, ഈ ന്യായീകരണങ്ങളെയൊന്നും എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നത് വസ്തുതാപരമായി ഈ കേസിൽ സർവൈവറോട് കാണിക്കുന്ന മാപ്പറിയിക്കാത്ത ക്രൂരതയാണ്. ഇതൊക്കെ കാൽക്കാസിന് വിലയില്ലാത്ത, കാലിനടിയിൽ പുല്ലിന്റെ പോലും അതുപോലെ തന്നെ മാപ്പറിയിക്കാത്ത തെറ്റായിരുന്നു ഗണേഷ് കുമാരൻ ചെയ്തത്. എന്തൊരു ഏർപ്പാടാണ് ഭായി. അല്ല, ജയിക്ക് നേതാവാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് താല്പര്യമില്ല. രണ്ട് പ്രശ്നങ്ങൾ വിലയിരുത്തട്ടെ ഏതാണ് ശരിയെന്നുള്ളത്. അങ്ങ് സംസാരിച്ചോ. ആങ്കർ അനുവദിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. അങ്ങ് ഒരു 50 തവണയും കൂടെ പത്തനാപുരം MLA-യുടെയും കൊല്ലം MLA-യുടെയും അല്ലെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും കേസ് ഒക്കെ ഇരുന്ന് പറ, എന്നിട്ട് ഞാൻ സംസാരിച്ചോളാം. പറയൂ, കഴിഞ്ഞോ? നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാൻ സമയം. എനിക്ക് ഇഷ്ടമുള്ള കേസല്ല പറയുന്നത്. മുകേഷിന്റെയും ഗണേഷിന്റെയും കേസിൽ എന്താണ് CPM സ്വീകരിച്ച നടപടി? പക്ഷെ ഞാനിവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് ഇരയെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു എന്നുള്ളതാണ്. ഇരകൾ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. അതിജീവിതകൾ ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഒരു സിസ്റ്റം, ഒരു സപ്പോർട്ട് ഒരുക്കുവാൻ ഈ സിസ്റ്റത്തിന് കഴിയുന്നില്ലേ എന്ന സംശയം തോന്നിപ്പോവുകയാണ്. ആ വിധത്തിലാണ് ആക്രമണങ്ങൾ നടക്കുന്നത്, സോഷ്യൽ മീഡിയ ലിഞ്ചിങ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇമാതിരി ന്യായീകരണങ്ങൾ, ഇമാതിരി കോൺഗ്രസിലെ ഈ പ്രിഡേറ്ററോട് ആഭിമുഖ്യം പുലർത്തുന്ന പ്രിഡേറ്റർ ആരാധക സംഘത്തിന്റെ, ആ പ്രിഡേറ്റർ ആരാധക ഗ്യാങ്ങിന്റെ ന്യായീകരണങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്ന് പറയുന്നത് സത്യസന്ധമായി ഞാൻ കരുതുന്നു അത് നമ്മുടെ നാട്ടിൽ ഈ കറഞ്ഞ ഇമാതിരി തെമ്മാടി സംഘത്തിന്റെ എല്ലാ നുണക്കോട്ടകളെയും, എല്ലാ ഭീഷണികളെയും ചവിട്ടി മെതിച്ച് പരാതി നൽകാൻ തയ്യാറായ പർവ്വത സമാനമായ ധൈര്യം അത് പ്രകടിപ്പിച്ച ആ പെൺകുട്ടിയുണ്ടല്ലോ, ആ സർവൈവർ, അവരോട് കാണിക്കുന്ന മാപ്രഹിക്കാത്ത ക്രൂരതയായിരിക്കും. പക്ഷേ കോൺഗ്രസ് പ്രതിനിധികൾക്ക് ഈ കാര്യത്തിൽ മറുപടിയില്ല. അവർക്ക് ഈ പ്രിഡേറ്റർ ഗ്യാങ്ങിന്റെ കയ്യിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ്. ദ ടാർഗറ്റ് ഈസ് കോൺഗ്രസ് എന്നുള്ളതാണ് ബഹുമാനീയനായ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരൻ നമ്മുടെ സഹപാലൻസ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദ ടാർഗറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ കോൺഗ്രസ്. ടാർഗറ്റ് ആരാണ്? ടാർഗറ്റ് കോൺഗ്രസിനുള്ളിലെ ന്യൂനപക്ഷമായ ഒരു സെക്ഷൽ പ്രിഡേറ്റർ ഗ്യാങ്ങും അയാളുടെ ആരാധക സംഘമായി മാറിയിട്ടുള്ള ഒരു തെമ്മാടിക്കൂട്ടവും മാത്രമാണ്. ആ തെമ്മാടിക്കൂട്ടമാണ് കോൺഗ്രസ് എങ്കിൽ ആ കോൺഗ്രസോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസ് നെഹ്റുവിയൻ പാരമ്പര്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഒക്കെ ഇപ്പോഴും അഴിമതിയുടെ കരപുരലാത്ത അന്തസ്സുള്ള ആയിരക്കണക്കിന് വരുന്ന മനുഷ്യന്മാർ ഉള്ള ഒരു വിശാല രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് വിശ്വസിക്കാനാണ്, മനസ്സിലാക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ അതിന് പകരമായിട്ട് ഒരു പ്രിഡേറ്ററെയും ആ പ്രിഡേറ്ററുടെ ആരാധക
ആരാധക സംഘമായി മാറിയ ഒരു പാർട്ടിയുമാണ് കോൺഗ്രസ് എന്നാണ് അങ്ങ് പറയുന്നതെങ്കിൽ ആ പ്രിഡേറ്റർ ആരാധക സംഘത്തിന്റെ ഗ്യാങ്ങിനെതിരെ തന്നെയാണ് ഞങ്ങളുടെ സംസാരം, അതിനെതിരെ തന്നെയാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കുന്നു. ഒറ്റ കാര്യം, ഇത് തന്നെ ഈ പ്രിഡേറ്ററെ ന്യായീകരിക്കുവാൻ ഒരുപാട് പേർ അവിടെ ഉയർന്നു വരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. ഏതായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. തരുമെന്ന് പറയുന്ന CPM-നെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, ഇത്തരത്തിൽ അതിജീവിതമാരെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ ഉടനടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനിപ്പം ആരുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടായാൽ പോലും അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആ തരത്തിലേക്കോ നിയമ നടപടികളിലേക്ക് വേഗം തന്നെ നമ്മുടെ സിസ്റ്റം കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ജേക്സി തോമസ്, ഒപ്പം വിജയ് ഇന്ദുചൂടൻ ഈ ചർച്ചയ്ക്ക് എത്തിയതിന്.